ഹലോ ഗായ്സ്, വെൽക്കം ടു അപ് സെവൻ. ഇന്ന് പൾസ് പോളിയോ ദിനമായിരുന്നില്ലേ? ഞാനും പൊടിയനെയും കൊണ്ട് പോളിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയുള്ളൂ. രാവിലെ പോളിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ മുന്നേ എന്ത് മഴയായിരുന്നു! എൻ്റെ ഇടിയും മിന്നലും, എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് വന്ന മഴ. എന്താ പറയുക, ഇന്ന് രാവിലെ വരെ വെയിലുണ്ടായിരുന്നിട്ട് ഉച്ചയായപ്പോൾ എന്താ പെട്ടെന്നായിരുന്നു ഇത്രയും വലിയ മഴ പെയ്തത്. അതും വെറും മഴയായിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നമില്ലായിരുന്നു. എൻ്റെ വന്ന ഇടിയും മിന്നലും അൺസഹിക്കബിളാണ് കേട്ടോ. കുഞ്ഞ് ഉറങ്ങുമായിരുന്നു. ഈ ഇടിയുടെയൊക്കെ സൗണ്ട് കേട്ട് പേടിച്ച് എണീറ്റ് വന്നായിരുന്നു. ഞാനാണെങ്കിൽ അവനെയും കൈ വെച്ച് നിന്ന സമയത്ത് ഞങ്ങളുടെ വീടിനകത്ത് ഇടി മിന്നലേറ്റതുപോലൊരു ഫീൽ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഫാന് കറങ്ങുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ബേബി ഇടിമിന്നലേറ്റത് തന്നെ ആയിരിക്കാം. എന്തായാലും ഒരു അടിപൊളി മഴയായിരുന്നു കേട്ടോ. ആഫ്റ്റർ എ ലോങ് ടൈം നല്ലൊരു മഴ പെയ്തു. പിന്നെ മഴയൊക്കെ തോർന്ന് വൈകിട്ട് ഞങ്ങൾ കുഞ്ഞിനൊരു അരിഞ്ഞാണം മേടിക്കാൻ പോയായിരുന്നു കേട്ടോ. അവന് ബുധനാഴ്ച തൊട്ട് നഴ്സറിലോട്ട് വിടാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവന് അരിഞ്ഞാണം മേടിക്കാനായിട്ട് ഞങ്ങൾ കാട്ടാക്കട വരെ പോയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ സ്വർണ്ണത്തിനും വിലയാണ്, വെള്ളിക്കും വില. ഗോൾഡിൻ്റെ റേറ്റ് ഒന്നിനൊന്ന് കൂടി ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഇപ്പോൾ വെള്ളിയുടെ റേറ്റ്. ഓക്കെ, വെള്ളി ഗ്രാമിന് 184 രൂപ കൊടുക്കണമെന്ന്. അയ്യോ, എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കൈക്കിതൊന്നും ഒതുങ്ങത്തില്ല ഗൈസ്. ഞാൻ ലാസ്റ്റ് അവന് മേടിച്ചത് ഇതാ ഞാൻ അവന് മേടിച്ചത്. പക്ഷേ ഇതിന് തന്നെ 4100 രൂപയായി. എന്താ പറയുക, മുമ്പ് എത്ര രൂപയൊക്കെ കിടന്ന് റേറ്റാണ്, ഇപ്പം എത്ര രൂപയായി. അയ്യോ, ഇവന് പിന്നെ ഇവിടെയൊക്കെ വന്നാൽ തറവാട് കണക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇനി ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അമ്മാതിരി റേറ്റല്ലേ. ഞങ്ങളുടെ വീടെത്തി, ഫുഡൊക്കെ കഴിച്ചു. ഗുഡ് നൈറ്റ്.